ബംഗളൂരുവിൽ KSRTC ബസ് അപകടത്തിൽ മരിച്ച ഡ്രൈവർ കോഴിക്കോട് വെള്ളയിൽ സ്വദേശി മിഥിലേഷിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ വീട്ടിൽ നിന്ന് തത്സമയം ചേരും. അഭിജിത്ത്, മിഥിലേഷിന്റെ കുടുംബവും നാട്ടുകാരുമെല്ലാം വളരെ സങ്കടത്തിലാണ്. ഇങ്ങനെ സ്ഥിരമായിട്ട് ഓവർ ഡ്യൂട്ടി ചെയ്യുന്ന ആളായിരുന്നു മിഥിലേഷ്. മൈസൂരിൽ നിന്ന് ഓടി എത്തിയതിനു ശേഷം വീണ്ടും വൈകുന്നേരം ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടതാണ്. അപകടത്തിൻ്റെ കാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇന്നിപ്പോൾ നമ്മൾ ചില ഡ്രൈവർമാരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക? അരുൺ, പുലർച്ചെ ഏതാണ്ട് 5 മണിയോടെയാണ് മിഥിലേഷിൻ്റെ മൃതദേഹം വെള്ളയിലെ വീട്ടിലേക്ക് എത്തിച്ചത്. പ്രിയപ്പെട്ടവരെല്ലാം ഇപ്പോൾ അവസാനമായി മിഥിലേഷിനെ ഒരു നോക്ക് കാണുകയാണ്. അവരെ സംബന്ധിച്ച് വലിയ നടുക്കം ഞെട്ടലൊക്കെയാണ്. തൊട്ട് തലേ ദിവസം വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയതാണ് മിഥിലേഷ്. പിന്നാലെ തിരിച്ചെത്തുന്നത് ചേതനയേറ്റ ശരീരമായാണ്. 2 ചെറിയ കുട്ടികളാണ് മിഥിലേഷിനുള്ളത്. മാത്രമല്ല നാട്ടുകാർക്കൊക്കെ വലിയ പ്രിയപ്പെട്ടവനായിരുന്നു. അതുപോലെ തന്നെ അരുൺ സൂചിപ്പിച്ചതുപോലെ വലിയൊരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം തൊട്ട് തലേ ദിവസമാണ് മിഥിലേഷ് മൈസൂർ കോഴിക്കോട് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തുന്നത്. പിന്നാലെ രാത്രി തന്നെ അടുത്ത ട്രിപ്പിന് വേണ്ടി മിഥിലേഷ് പോവുകയാണ്. വലിയ ദീർഘദൂര ഓട്ടമൊക്കെ നടത്തുന്ന ആളാണ് മിഥിലേഷ് എന്ന് പറയുന്നു. രാത്രി ഉറക്കമൊഴിച്ച് ബസ് ഓടിച്ചൊക്കെ പരിചയമുള്ള ആളാണ്. പക്ഷേ താൽക്കാലിക ജോലിയിൽ പ്രവേശിച്ചതാണ്. KSRTCയിൽ മാസങ്ങൾ മാത്രമുള്ള പരിചയം മാത്രമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരു ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. മാത്രമല്ല ഡ്രൈവർ കം കണ്ടക്ടർ എന്നുള്ളൊരു ആ രീതിയിലുള്ള ഒരു പരിഷ്കാരം അതിലേക്ക് എത്തിയിട്ടില്ല KSRTCയിൽ എന്നും പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട് അരുൺകുമാർ. ഏതായാലും രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ വെസ്റ്റ് ഹില്ലിലുള്ള ശ്മശാനത്തിൽ മിഥിലേഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. വലിയ ഞെട്ടൽ നാട്ടുകാരെ സംബന്ധിച്ചുണ്ട്. മിഥിലേഷിന് മാത്രമല്ല, ഒപ്പമുണ്ടായിരുന്ന കണ്ടക്ടർ അരുണിനും ജീവൻ നഷ്ടമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും മൃതദേഹം നിലവിൽ ഇപ്പോൾ തൊണ്ടയാടുള്ള വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർക്ക് 20ഓളം യാത്രക്കാർക്കും പരിക്കുപറ്റിയിരുന്നു. നിലവിൽ 4 പേർ ഗുരുതരാവസ്ഥയിൽ ബംഗളൂരുവിൽ ചികിത്സയിൽ തുടരുകയുമാണ്. ഏതായാലും അരുൺകുമാർ, ഇന്നലെ മന്ത്രിയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ KSRTC മന്ത്രി ഗതാഗത മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പരിശോധന അന്വേഷണമൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ, ഈ യാത്രയുമായി സംബന്ധിച്ച് മിഥിലേഷ് ഡ്യൂട്ടിയിൽ പോയതുമായി ബന്ധപ്പെട്ടൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, KSRTCയിൽ നിന്ന് ആ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് നിലവിൽ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. നിലവിൽ ഏതായാലും വലിയൊരു ആൾക്കൂട്ടം തന്നെ വെള്ളയിലെ മിഥിലേഷിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവസാനമായി മിഥിലേഷിനെ ഒരു നോക്ക് കാണാനാണ് അവരെത്തിയിരിക്കുന്നത്. ഓക്കെ, വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ആ വീട്ടുകാർ അങ്ങനെ ഒന്നും കരുതുന്നില്ലല്ലോ. പക്ഷേ പ്രശ്നം എന്താണ്? KSRTCയിൽ പണ്ട് മുതലേ ഉള്ള പ്രശ്നമാണ്. ഈ ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും ക്ഷാമമുള്ളപ്പോൾ ദീർഘദൂര ബസ്സുകളിലെല്ലാം ഈ ഡ്രൈവർമാർക്ക് ഓവർ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന സമയമുണ്ടാകുന്നു. പലപ്പോഴും ഇവർക്ക് ഉറക്കത്തെ അതിജീവിക്കാൻ പറ്റാതെ വരുന്നു. പല അപകടങ്ങളും അങ്ങനെ ഉണ്ടാകുന്നതായി എത്രയോ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു.